നമ്മുടെ ആദ്യത്തെ മോട്ടോ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നലെ വെച്ച വണ്ടി പിന്നെ എടുത്തിട്ടേ ഇല്ല. അപ്പോൾ കുറച്ച് പരിപാടിയുണ്ട്. ഫസ്റ്റ് സംഭവം വാഷ് ചെയ്യുക, സെക്കൻഡ് സംഭവം ലൂബ് ചെയ്യുക. ഫസ്റ്റ് സംഭവം പെട്രോൾ അടിക്കണം. ലോ ഫ്യൂവലാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തായാലും കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു ട്രയൽ പോലെ എടുത്തേക്കുവാണ്. നമുക്ക് നോക്കാം എന്താവും. സോ നമുക്ക് വണ്ടി എടുക്കാം. റെക്കോർഡ് ആവുന്നുണ്ട്. ലൂബ് ചെയ്യാൻ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ ഒരു മിററിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അതും കൂടെ ഒന്ന് കാണിക്കണം. അപ്പോൾ ഇന്നലെ വണ്ടി എടുത്തിട്ടേ ഇല്ല. കുറച്ച് ദിവസം കൂടി ഇന്നാണ് എടുക്കുന്നത്. കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് ബിസി ആയിപ്പോയി. സോ നമുക്ക് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങാം. പോലീസ് പിടിക്കായിരുന്നു. അതായത് ക്യാമറ വെച്ചാൽ ഇപ്പോൾ ഫൈനാണല്ലോ. സ്വാഭാവികം. കാരണം മിറർ ഭയങ്കര ലൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രാഷ് ആയിരുന്നു ഒരു സമയത്ത്. അപ്പോൾ ജസ്റ്റ് പറ്റിയതാണ്. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്യണം. ദേ പോന്നു പുല്ല്. ഇതെങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ലൂസായി പോയിക്കൊണ്ടിരിക്കും. അയ്യോ കുട്ടിക്കുടിയേ. അപ്പോൾ ആദ്യത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്രോൾ അടിക്കണം. സോ കോപ്സ് പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു, വേറെ സീനൊന്നുമില്ല. കോപ്സ് പിടിച്ച് ആകെ പോസ്റ്റ് ആവും. ആദ്യത്തെ മോട്ടോ വ്ളോഗിങ്ങിൽ തന്നെ കോപ്സ് പിടിച്ച് ഫൈൻ ഇട്ട് കഴിഞ്ഞ് എടാ കൈയൊക്കെ പൊളിയുന്നു. വരുത് പുല്ല്. ചേടാ നിന്നെ കൊണ്ട് പൊറുതി മുട്ടിയല്ലോ. മൈക്കൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്തോ തമ്പുരാനറിയാം. എൻ്റെ പൊന്നെ ഫുള്ള് തിരക്കാം. 500. അപ്പോൾ പെട്രോൾ അടിക്കാം. അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ നമുക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്യാനായിട്ട് പോകാം. അപ്പോൾ ഈ ട്രാഫിക്കിൽ നിന്ന് ഞാനന്ന് ഇറങ്ങിയിട്ട് ബാക്കി വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഗൈസ്, ഒരു കണക്കിനാണ് ട്രാഫിക്കിൽ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ കറക്റ്റ് മറ്റേ കാക്കനാട് ഈ പണ്ടാരം കാക്കനാട് സ്റ്റാൻഡിനവിടെ എത്തി. ഇനി അവിടുന്ന് കുറച്ചുകൂടെ പോയാൽ വാഷ് ചെയ്യുന്ന സ്ഥലം എത്തും. സോ അവിടെ പോയി ഒന്ന് വാഷ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട്, കഴിഞ്ഞ തവണ ഞാൻ അവിടെ നിന്ന് വാഷ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സോ അതുകൊണ്ട് അവിടെ തന്നെ കൊണ്ട് കൊടുക്കാം. നല്ലൊരു ഷോപ്പായിരുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കട എനിക്കറിയാം അവിടെ. അപ്പോൾ അവിടെ പോകാം. എടാ വണ്ടി ഇത് തന്നെ ഇവിടെ. സോ ഗൈസ്, നന്നായി തിരിച്ചു വന്നത്. സോ നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ വണ്ടി കയറ്റി വെച്ചു. ഇനി അവരായി അവരുടെ പാടായി. ഭാഗ്യം. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് തിരക്കേ ഇല്ല. ബൈ 2 മിനിറ്റ് വെയിറ്റ് കരോ, ചൂട് ഹോട്ട്. അപ്പോൾ വാഷ് ചെയ്യുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാലക്ലോ മേടിക്കാൻ പോകണം. സോ അപ്പോൾ ബാലക്ലോ മേടിക്കാൻ പോകും. എത്രയായി സർവീസ്? ആണോ? ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനോ? അതെന്ത് പറ്റി? ആണോ? ഓ ശരി എന്നാ. അതേ വണ്ടിയുള്ള ഒരാളാണെന്നാണ് പറഞ്ഞത്. വണ്ടി വീണപ്പോൾ ലിവർ പോയി. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ കിട്ടിയേക്ക്. എന്തേലോട്ടെ. സോ അപ്പോൾ ആ കട എത്താറായി. ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയി കയറിയിട്ട് ബാലക്ലോ ഉണ്ടോ നോക്കാം. ചേട്ടാ ബാലക്ലോ ഉണ്ടോ? ബാലക്ലോ. അപ്പോൾ ഗൈസ്, നമ്മൾ ബാലക്ലോ മേടിച്ചു. അപ്പോൾ ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിക്കണമെങ്കിൽ ഉള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എടച്ചിറ വരെ പോകണം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാൻ.
അയ്യോ കട്ടിങ് നീ അടി. അപ്പോൾ നമുക്ക് നേരെ എടച്ചിറയിലോട്ട് പോകാം. അപ്പോൾ എടച്ചിറ ഭാഗത്ത് എത്തിയിട്ട് കാണാം. ബൈ ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ ലൈക്ക് അവളെ കൂട്ടാൻ പോകുന്നതിന് ഫുഡ് അടിക്കുന്നതിന് മുന്നേ എനിക്ക് ഈ മിറർ ഒന്ന് മുറുക്കണം. ഇത് വെച്ച് ഭയങ്കര ശല്യം ഈ സാധനം. അപ്പോൾ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊരു ചെറിയ പണിയാണ്, മീൻസ് ഒരു നട്ട് മുറിക്കാൻ മതി. അയ്യോ ഫുൾ ആളാണല്ലോ പോവാൻ. ചേട്ടാ അതിൻ്റെ ആ മിറർ ഒന്ന് മുറുക്കി തരുമോ? മിറർ ലൂസ് ഒന്ന് മുറുക്കി അത്. അപ്പോൾ ഗൈസ് ആ ശല്യം മാറി കിട്ടി, സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടി പിടിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അവളെയും കൂട്ടി ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇനി അവൾ ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ 2 മണിക്കൂർ എടുക്കും. ഒന്ന് കുളുങ്ങി പക്ഷേ കുളിച്ചൊരുങ്ങി പുല്ല് അതിന് മുന്നേ ഒന്ന് വിളിക്കാം. അതായിരിക്കും ഏത് നിമിഷവും നല്ലത്. അവിടെ കോപ്സ് ഉണ്ടെങ്കിൽ ഇപ്പം ഫൈൻ വീഴും. ഇറങ്ങിയോ? ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇപ്പം ഇറങ്ങി വരുമായിരിക്കും. കുറേ നേരം എടുക്കും ഒന്ന് കുളിച്ചൊരുങ്ങി ഇറങ്ങി വരണമെങ്കിൽ. നമുക്ക് നേരെ അവിടെ കയറി വെയിറ്റ് ചെയ്യാം. എന്തായാലും പോസ്റ്റാണ്. അപ്പോൾ ഈ തണലത്തെയാണ് വണ്ടി നിർത്താം. ഇനി അവളെ ഇറങ്ങി വരട്ടെ. അപ്പം ശരി. 2000 years later. അളകാവരി പറഞ്ഞു. അപ്പോൾ ഗൈസ് നമുക്ക് അളകാപുരി പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ സെബാ ബിരിയാണി പോകാൻ പോകണം. അപ്പം ഇതാണ് കട. ഇവിടുന്ന് കഴിക്കാൻ ഇനിയിപ്പോൾ ഷോപ്പിലെത്തി. ഇനി ഇവിടെ മന്തി ഇല്ലെന്നൊന്നും പറയാം. അപ്പോൾ പോയി കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ തിരിച്ചു കൊണ്ടുവരണം. ഇവളുടെ ഫ്ലാറ്റിന് അങ്ങോട്ട് പോയിട്ടിരിക്കുകയാണ്. മന്തി കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കൊണ്ടുവിട്ടിട്ട് ബാക്കി പരിപാടി നോക്കാം. തിരിച്ച് എനിക്ക് ഫ്ലാറ്റിൽ പോകണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഗൈസ്. നമ്മളപ്പോൾ ഇവളുടെ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ അവിടെ എവിടെ? ഇതിൻ്റെ അകത്തോ? ആണോ? ബൈക്കുണ്ടോ? കാണാൻ പറ്റുമോ? ഗൈസ് അപ്പോൾ അവളെ വിട്ടു. ഇനി നമുക്ക് നേരെ പോകാം. നമ്മൾ തിരിച്ച് ഫ്ലാറ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. IMEI സിസ്റ്റം വേറെ. അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞ് ആക്ച്വലി നമ്മൾ ബാക്ക് ടു ഫ്ലാറ്റ്. സോ അപ്പോൾ ഇനി വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യണം, പോകണം. ചെന്നിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് നമ്മളിവിടെ വണ്ടി കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തു. ഇനി മേളിൽ റൂമിലോട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ മെമ്മറി തീർന്നു. സോ അപ്പോൾ ശരി.